കായംകുളം റിയാദ് പ്രവാസി അസോസിയേഷൻ മെറിറ്റ് അവാർഡ് വിതരണവും ചികിത്സാ സഹായ വിതരണവും കുടുംബസംഗമവും സീഡിനെറ്റ് ടവറിൽ നടന്നു. മെറിറ്റ് അവാർഡ് വിതരണവും ചികിത്സാ സഹായവും കുടുംബസംഗമവും സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. സൗദി അറേബ്യയിലെ റിയാദിൽ സേവനമനുഷ്ഠിക്കുന്ന കായംകുളം നിവാസികളുടെ കൂട്ടായ്മയായ കായംകുളം റിയാദ് പ്രവാസി അസോസിയേഷന്റെ മെറിറ്റ് അവാർഡ് വിതരണം, ചികിത്സാ ധനസഹായ വിതരണം, കുടുംബസംഗമം എന്നിവ സീഡിനെറ്റ് ടവറിൽ നടന്നു. കഴിഞ്ഞ 18 വർഷക്കാലമായി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് സംഘടന റിയാദിലും കായംകുളത്തുമായി നടത്തുന്നത്. രോഗികൾക്ക് ചികിത്സാ ധനസഹായം, ഭവന നിർമ്മാണ സഹായം, സാധു പെൺകുട്ടികളുടെ വിവാഹം, സ്കോളർഷിപ്പ് വിതരണം, നിയമക്കുരുക്കിൽപ്പെട്ട് നാട്ടിൽ പോകാൻ സാധിക്കാതെ വലഞ്ഞ പ്രവാസികൾക്ക് നിയമസഹായം നൽകൽ എന്നിവ സംഘടനയുടെ സേവന പ്രവർത്തനങ്ങളാണ്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കായംകുളം സീഡിനെറ്റ് ടവറിലെ നമ്പലശ്ശേരി ഷാഹുൽ ഹമീദ് നഗറിൽ മെറിറ്റ് അവാർഡ് വിതരണവും ചികിത്സാ ധനസഹായ വിതരണവും സംഘടിപ്പിച്ചത്. മെറിറ്റ് അവാർഡ് വിതരണവും സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു നിർവഹിച്ചു. കൃപ കായംകുളത്തെ പ്രവാസികളുടെ ഒരു അഭിമാന സ്ഥാപനമായി മാറി, അഭിമാന സംഘടനയായി മാറി. നിരവധി പേർക്ക് സഹായങ്ങൾ നൽകി, നിരവധി പേർക്ക് ഭവന നിർമ്മാണ സഹായം നൽകി, വിവാഹ ധനസഹായം നൽകി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇവരൊക്കെ അവിടെ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത്രയും എത്രമാത്രം അതിനെ മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്ക് സംശയമുണ്ട്. എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് സംശയമുണ്ട്. കൃപയുൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രവർത്തനങ്ങൾ അത്രമാത്രം മികച്ചതും മഹത്തരവുമാണ്. സത്താരികയെ പോലെയുള്ള മനുഷ്യർ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലെ നല്ലൊരു സമയം ഇത്തരത്തിൽ മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിച്ചവരാണ്. അവരുടെ ആരോഗ്യവും എല്ലാം തന്നെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം യാത്രകളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഷ്ടപ്പെട്ട് അവിടെ നിന്നിട്ട് വീണ്ടും മറ്റൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഞാൻ അവരെ എല്ലാം ഏറ്റവും ആദരവോടുകൂടി സ്മരിക്കുന്നു. കൃപയുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്കാമകർമ്മത്തെ അല്ലെങ്കിൽ മറ്റൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മികച്ച പ്രവർത്തനങ്ങൾ കൂടുതൽ മികച്ചതായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രതിഫലം, നമുക്ക് ഈശ്വരവിശ്വാസികളായതുകൊണ്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന സേവനങ്ങളുടെ പ്രതിഫലം ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ പ്രസിഡന്റ് ഇസ്ഹാഖ് ലൗഷോർ അധ്യക്ഷത വഹിച്ചു. കൃപ ചെയർമാൻ ഷൈജു നമ്പലശ്ശേരി സ്വാഗതം പറഞ്ഞു. കൃപ മുൻ സെക്രട്ടറി അനി അസീസ് ആമുഖ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര നടൻ യവനിക ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കായംകുളം നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ S കേശുനാഥ്, CPM കായംകുളം ഏരിയ സെക്രട്ടറി B അബിൻഷാ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു, മുസ്ലിം ലീഗ് നേതാവ് A ഇർഷാദ് ചക്കാലശ്ശേരിൽ, BJP ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസ്, കൃപ മുൻ ചെയർമാൻ മുജീബ് ജനത, കൃപ മുൻ പ്രസിഡന്റ് യൂസഫ് കുഞ്ഞ്, കായംകുളം പ്രവാസി ചാരിറ്റി ദമാം ചെയർമാൻ എബി ഷാഹുൽ ഹമീദ്, സലിം ഇഞ്ചക്കൽ, സീഡിനെറ്റ് ചെയർമാൻ റിയാസ് നൈനാരേത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൃപ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് കണ്ടല്ലൂർ കൃതജ്ഞത പറഞ്ഞു. ഇതിനോടനുബന്ധിച്ച് കലാപരിപാടികളും നടന്നു. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.